അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിതാ അരി കഴുകുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ആരും വിചാരിക്കേണ്ട. അരി കഴുകുന്ന വീഡിയോ ആയിട്ടല്ല, അരി കഴുകുന്ന വെള്ളത്തിൻ്റെ ഉപയോഗവുമായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അരി നന്നായിട്ട് കഴുകിയ വെള്ളം, ആദ്യത്തെ 2-3 വെള്ളം നമുക്ക് എടുക്കാം. നല്ല വെള്ള കളറിലെ വെള്ളം വരില്ലേ, അത് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് യൂസ് ചെയ്യാം. അതിനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അരി കഴുകി ആ എല്ലാ വെള്ളവും ഞാൻ ഈ പെയിൻറ്റ് ബക്കറ്റിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റ് ബക്കറ്റ് ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ ഉഴുന്ന് കഴുകിയ വെള്ളവും ഞാൻ ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ കഴുകുന്ന വെള്ളവും നമുക്ക് അതിൻ്റെ കൂടെ എടുക്കാം. ഇത് കാണുമ്പോൾ കുറച്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ബക്കറ്റിൻ്റെ പകുതി വരയ്ക്കും വെള്ളം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഈ ഒരു കടുകും കൂടെ യൂസ് ചെയ്യാം. 5 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ കടുക് അടിച്ച് നമുക്ക് ചേർക്കാം. 10 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ 2 ടീസ്പൂൺ എടുക്കാം. ഇത് ചെടികൾ വളരാൻ നല്ലപോലെ സഹായിക്കും കേട്ടോ. ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അരി കഴുകി വെച്ച വെള്ളമില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ ഓൾറെഡി വെള്ളമാണ്, അതിൽ അരി കഴുകിയ വെള്ളങ്ങൾ 2-3 വെള്ളം യൂസ് ചെയ്തതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതൊരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പുളിച്ച് വരുമല്ലോ, അപ്പം അതിന് ശേഷം മാത്രം എടുത്ത് നമുക്ക് ചെടികൾക്കെല്ലാം യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് റോസകൾ ചെടികൾക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഈ ബക്കറ്റ് ഞാൻ എവിടെ നിന്നാണ് എടുത്തതെന്ന് വെച്ചാൽ, നമ്മൾ കമ്പോസ്റ്റ് റെഡിയാക്കിയപ്പം ഞാൻ അടിയിലൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബക്കറ്റിലാണ് ഞാൻ ഈ അരി കഴുകിയ വെള്ളം ഒഴിച്ചു വയ്ക്കുന്നത്. കാരണം നമ്മുടെ അടുത്ത കമ്പോസ്റ്റിനുള്ള ബക്കറ്റും ഞാൻ അതിൻ്റെ മീതെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ലിക്വിഡ് വന്നാലും അതിൽ ഇറങ്ങിയാലും കുഴപ്പമില്ലല്ലോ. അപ്പം വേറെ പ്രത്യേകിച്ചൊരു ബക്കറ്റ് എടുത്ത് ഞാൻ അതിനൊരു സ്ഥലം കളയണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആ ബക്കറ്റിൽ തന്നെ ഇത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ദിവസം കഴിയുമ്പം ഞാനതെടുത്ത് ചെടികൾക്ക് ഒഴിക്കും. അപ്പോൾ ആരും അരി കഴുകുന്ന വെള്ളമൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ചെടികളുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.